നിങ്ങൾ അങ്ങ് ദൂരേക്കൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയല്ല കോട കാണാൻ. ശരിക്കും പറഞ്ഞാൽ സമയം 8 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഔട്ടറാണ് കേട്ടോ. ഈ ഒരു കോടമഞ്ഞ് കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ, നീ വല്ലാതെ മിസ് ചെയ്തു ബാംഗ്ലൂർ. ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൻ്റെ ക്ലൈമറ്റ് ഇതായിരുന്നു. ഉച്ചയായാൽ പോലും ആ ഒരു തണുപ്പും ആ ഒരു മഞ്ഞും ഒക്കെ അതേപോലെ നിലനിൽക്കുമായിരുന്നു എന്നാണ് കേട്ടോ പറയാറുള്ളത്. ഇതെൻ്റെ ഹസ്ബൻഡ് മാത്രം പറയുന്നതല്ല, ഇവിടെ ബാംഗ്ലൂർ ഒരുപാട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പണ്ട് എല്ലാവരും ബാംഗ്ലൂർ ഇഷ്ടപ്പെടാനും ഇവിടെ വന്ന് താമസിക്കാനുള്ള റീസൺ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും പറയാറുള്ളത്. എന്നാൽ ഇന്ന് കുറേയൊക്കെ ചേഞ്ച് ആയത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങ് ദൂരത ആദ്യയോഗിയുടെ ഒരു വലിയ സ്റ്റാച്ചു നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ലേ. അങ്ങനത്തെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അകത്തേക്ക് പോവാണ്. അച്ഛൻ തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാര്യങ്ങളും വെൽ ഡിസിപ്ലിൻഡ് ആണ് കേട്ടോ. കാരണം ഒരുപാട് ആളുകളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെന്ന് പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സാൻഡൽസ് എല്ലാം ഒരു കവറിനകത്താക്കി നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്കൊരു ടോക്കൺ കിട്ടും. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് അടുത്ത സൈഡിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടോക്കൺ കൊടുത്താൽ നമ്മുടെ സാൻഡൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനെ ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റില്ല, നല്ല വെയിലായിരിക്കും. അങ്ങനത്തെ നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്തു. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 112 കൊത്തിയെടുത്ത സർപ്പങ്ങൾ ഉൾക്കൊള്ളുന്ന കാലസർപ്പ സേവ നടത്തുന്ന ഒരു നാഗദേവ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. അതിൻ്റെ മുന്നിലായി തന്നെ നല്ല വലിയ ഒരു നമ്മുടെ നന്ദിയുടെ ഒരു പ്രതിമയും ഉണ്ട്. ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള നന്ദി ഹിൽസൺ ആണ്. നമ്മൾ ഈ ഒരു ആദിയോഗിയുടെ ഒരു സ്റ്റാച്ചുവിൻ്റെ ബാക്കിൽ കാണുന്നത് നന്ദി ഹിൽസൺ ആണ്. ശരിക്കും ഈ ഒരു നന്ദി ഹിൽസിൻ്റെ താഴ്വരയിൽ ശാന്തമായിട്ടുള്ള ഈ ഒരു പ്രകൃതിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആദിയോഗി സ്റ്റാച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ വരുന്നൊരു കാഴ്ച. ഇവിടെ ഏകദേശം 7 മണിയോടുകൂടി വൈകുന്നേരം ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. ദിവ്യദർശൻ എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കാണേണ്ടത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ ഒരു സമയത്ത് വന്നാൽ കിട്ടണമെന്നില്ല, നല്ല റഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ രാവിലെ ഈ ഒരു സമയത്ത് തന്നെ വരാൻ ശ്രമിക്കും. 2023 ജനുവരിയിലാണ് കേട്ടോ ഈ ഒരു ആദിയോഗി സ്റ്റാച്ചു സ്ഥാപിച്ചത്. ഏകദേശം 1 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ പണികളൊക്കെ പൂർത്തിയായിട്ടില്ലായിരുന്നു, നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് കയറി തൊഴാനോ അല്ലെങ്കിൽ കയറി നിന്ന് കാണാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഇത്തവണ എന്താണെങ്കിലും അത് സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അതിനുശേഷം തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ വരുന്ന ഓരോ വ്യക്തികൾക്കും പിന്നീടും വരാൻ തോന്നുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള എന്തോ ഒരു മാജിക്കൽ പവർ ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ 3ാമത്തെ വരവാണ്. അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.